أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. നോക്കാം, ഒരു വരട്ടെ. ഫസ്ലുൻ ഫിൽ ഹൈളി വൻ നിഫാസി വമാ യഹ്റുമു ബിഹിമാ. ഹൈള്, നിഫാസ് ഈ വിഷയത്തിൽ പറയുന്ന ഫസ്ലാണ്. വമാ യഹ്റുമു ബിഹിമാ, ഹൈള് കൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായവുമാണ്. ഹൈള് ആർത്തവ രക്തം, നിഫാസ് പ്രസവ രക്തം. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? ഹെഡിങ് ഓക്കെ അല്ലേ? വ അഖല്ലുൽ ഹൈളി, ഹൈളിൽ ഏറ്റവും ചുരുങ്ങിയത് യൗമുൻ വ ലൈലത്തുൻ, ഒരു ദിവസം ഫുള്ളാണ്. യൗമുൻ എന്ന് പറഞ്ഞാൽ പകലും, ലൈലത്തുൻ രാത്രിയും. അപ്പോൾ ഒരു ദിവസം ഫുള്ള്. ഹൈള്, ആർത്തവം സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് ഏറ്റവും ചുരുങ്ങിയ സമയം ഒരു ദിവസമാണ്. അപ്പോൾ ഒരു ദിവസത്തിൽ കുറവുണ്ടാവില്ല. ഒരു 10 മിനിറ്റ് രക്തം വന്നു എന്ന് വിചാരിക്കുക, അതുണ്ടാവില്ല. അപ്പം അത് ഹൈളല്ല, അപ്പം അത് രോഗരക്തമാണ്. ഹൈള് എന്നുള്ളത് പ്രകൃതിപരമായ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ആരോഗ്യമുണ്ട്, സ്ത്രീ പ്രാപ്തയാണ് എന്ന് അറിയിക്കുന്ന രക്തത്തിനാണ് ഹൈള് രക്തം. മറ്റേത് രോഗരക്തമാണ്. ബ്ലീഡിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ അതിന് നമ്മൾ ചികിത്സ വേണം. ഹൈളിന് ചികിത്സയില്ല, ചികിത്സ വേണ്ടതില്ല. അത് പ്രകൃതിപരമായ ഒരു രക്തമാണ്. വഅക്സറുഹു, ഹൈള് അധികരിച്ചത് 15 യൗമൻ, 15 ദിവസമാണ്. അപ്പോൾ 15 ദിവസമേ മാക്സിമം ഉണ്ടാവൂ. 15 ദിവസത്തിൽ കൂടുതലുണ്ടായാൽ അത് എന്തല്ല, ഹൈള് അല്ല, അതും രോഗരക്തമാണ്. ഹൈളിൻ്റെ സമയത്ത് നിസ്കാരമോ നോമ്പോ എടുക്കാൻ പാടില്ല. എന്നാൽ ഇസ്തിഹാദത്തിൻ്റെ സമയത്ത് നിസ്കാരവും നിർബന്ധമാണ്, നോമ്പും നിർബന്ധമാണ്. കാര്യങ്ങളൊക്കെ സാധാരണ ഉള്ളതുപോലെ തന്നെയാണ്. അപ്പോൾ ഹൈളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസവും അധികരിച്ചത് 15 ദിവസവും ആണ്. വഗാലിബുഹു, കൂടുതലും വരിക, സാധാരണഗതിയിൽ ഹൈളുണ്ടാവൽ സ്ത്രീകൾക്ക് സിത്തുൻ ഔ സബുൻ, 6-7 ദിവസമാണ്. സാധാരണഗതിയിൽ 6-7 ദിവസമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നോക്കി, വയഹ്റുമു, ഹറാമാണ്, ബിൽ ഹൈളി, ഹൈള് കാരണം, ഹൈള് കൊണ്ട് ഹറാമാണ്, മാ, ചില കാര്യങ്ങൾ, യഹ്റുമു ബിൽ ജനാബ, വലിയ അശുദ്ധി ഉണ്ടായാൽ ഹറാമാകുന്ന കാര്യങ്ങൾ ഹറാമാണ്. വലിയ അശുദ്ധി ഉണ്ടായാൽ ഹറാമാകുന്ന കാര്യങ്ങൾ ഹറാമാണ്. ഏതൊക്കെയാണത്? അസ്വലാത്തു, നിസ്കാരം ഹറാമാണ്. വത്തവാഫു, തവാഫ് ചെയ്യൽ ഹറാമാണ്. മസ്സുൽ മുസ്ഹഫി, മുസ്ഹഫ് തൊടൽ ഹറാമാണ്. മസ് എന്ന് പറഞ്ഞാൽ തൊടുക, മുസ്ഹഫ് തൊടുക. വഹംലുഹു, മുസ്ഹഫ് ചുമക്കൽ ഹറാമാണ്. വല്ലുബ്സു ബിൽ മസ്ജിദി, പള്ളിയിൽ താമസിക്കലും ഹറാമാണ്. വിട്ടുകടക്കലല്ല, പള്ളിയിൽ താമസിക്കൽ ഹറാമാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഹൈളുള്ള സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല, തവാഫ് ചെയ്യാൻ പാടില്ല, ഖുർആൻ തൊടാനോ ചുമക്കാനോ പള്ളിയിൽ താമസിക്കാനോ പാടുള്ളതല്ല.
വയഹ്റുമു അലൽ ഹായിളി, ഹൈലുകാരിയുടെ മേൽ ഹറാമാണ്. വഹ്ദഹ, ജനാബത്തുകാരിക്കില്ല, ജനാബത്തുകാരിയായ പെണ്ണല്ല, ഹൈലുകാരിക്ക് മാത്രം ഹറാമാണ്. അസ്സൗമു, നോമ്പെടുക്കൽ ഹറാമാണ്. വഖിറാഅത്തുൽ ഖുർആനി ബിഖസ്ദിൽ ഖിറാഅത്തി, ഖുർആനാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ ഖുർആൻ പാരായണം ചെയ്യലും ഹറാമാണ്. ഖുർആനാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ പാരായണം ചെയ്യുക. ദിക്റാണ് എന്ന ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലുന്ന ദിക്റുകൾ ഖുർആനികായ തന്നെയാണുള്ളത്. ദിക്ർ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ ഹറാമില്ല. ഖുർആനാണ് എന്ന കരുത്തോടു കൂടെ, കരുതലോടു കൂടെ ഖുർആൻ പാരായണം ചെയ്യൽ ഹറാമാണ്. അതുപോലെ വഉബൂറുൽ മസ്ജിദി, പള്ളി മുറിച്ചു കടക്കൽ, പള്ളി വിട്ട് കടക്കലും ഹറാമാണ്. ഇൻ ഖാഫത്ത്, അവൾ ഭയപ്പെട്ടാൽ, തൽവീസഹു, ആ പുരളലിനെ, ബിദ്ദമി, പള്ളിയിൽ എന്താകും, രക്തമാകും, രക്തം പുരളും, രക്തം പള്ളിയിലൊറ്റും എന്ന് പേടിച്ചിരിക്കുകയാണെങ്കിൽ പള്ളി വിട്ടുകടക്കാനും പാടില്ല. അപ്പം എന്ത് ചെയ്യണം, അതിനെ പ്രതിരോധിക്കാനുള്ള ഡ്രസ്സ് ധരിച്ച് വിട്ടുകിടക്കണം. പള്ളിയിലാകും, പള്ളി മലിനമാകും എന്ന് ഉണ്ടെങ്കിൽ, തൽവീസ് എന്ന് പറഞ്ഞാൽ പുരളുക കേട്ടോ. ബിദ്ദമി, രക്തം കൊണ്ട് പള്ളിയെ മലിനീകരിക്കപ്പെടുക, പുരളുമെന്നവൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ പള്ളി മുറിച്ച് കടക്കലും ഹറാമാണ്. അതുപോലെ തന്നെ വലിസ്തിംതാഉ, സുഖമെടുക്കലും, ഫീമാ ബൈന സുറത്തി വറുക്കുബത്തി, മുട്ടുപൊക്കിളിനിടയിൽ സുഖമെടുക്കലും ഹറാമാണ്. ഹൈലുകാരിയുടെ മുട്ടുപൊക്കിളുടെ ഇടയിൽ സുഖം കണ്ടെത്തലും മറ്റ് ചെയ്യലും ഒക്കെ എന്താണ്, ഹറാമാണ്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? യെസ്. പള്ളി വിട്ട് കിടക്കാന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നമ്മളിപ്പം അതെ, ആ ഒരു സ്പെഷ്യൽ കേസ് പള്ളിയിൽ തന്നെ പോയിട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടാവുമല്ലോ. തവാഫ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മസ്ജിദുൽ ഹറാമിൽ തന്നെ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയം. ഇനി വൽ ജിമാഉ, ജിമാഇ ചെയ്യൽ, സംയോഗം ചെയ്യൽ, സ്ത്രീയും മറ്റേത് സുഖമെടുക്കൽ തന്നെ ഹറാമാണ്. ഇനി ജിമാഇ ചെയ്യുക, സംയോഗം ചെയ്യുക, ഫിൽ ഹൈലി, ഹൈലിൻ്റെ സമയത്ത് ചെയ്യൽ, മിനൽ കബാഇരി, അത് വലിയ ദോഷത്തിൽപ്പെട്ടതാണ്, വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ്, വൻ കുറ്റങ്ങളിൽപ്പെട്ടതാണ്. വയജിബു അലൈഹ, അവൾക്ക് നിർബന്ധമാണ്, ഖലാഉ സൗമി റമളാന, റമളാനിലെ നോമ്പ് ഖലാഉ വിട്ടൽ നിർബന്ധമാണ്. ദൂനസ്വലാത്തി, നിസ്കാരം ഒഴികെ, നിസ്കാരം വേണ്ട. ഫി അയ്യാമിൽ ഹൈലി, ഹൈലിൻ്റെ ദിവസങ്ങളിൽ റമളാൻ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഖലാഉ വിട്ടൽ നിർബന്ധമാണ്, നിസ്കാരം വേണ്ട. അത് അറിയാലോ, നോമ്പ് ഖലാഉ വീട്ടാൻ മറ്റ് 11 മാസങ്ങളിൽ ഉണ്ട് സമയം. നിസ്കാരം എല്ലാ ദിവസവും ചെയ്യേണ്ട കർമ്മമാണല്ലോ, അപ്പോൾ അത് ഒരു പ്രയാസമാണ്. അപ്പോൾ ഹൈള് സമയങ്ങളിൽ നിസ്കാരം ഖലാഉ വീട്ടണ്ട, നിസ്കരിക്കൽ ഹറാമാണ്, നിസ്കാരം നഷ്ടപ്പെട്ടത് ഖലാഉ വീട്ടണ്ട. എന്നാൽ നോമ്പെടുക്കലും ഹറാമാണ്, നോമ്പ് നഷ്ടപ്പെട്ടത് ഖലാഉ വീട്ടൽ നിർബന്ധം ആണ്. ഓക്കെ അല്ലേ? വഇദൻഖതഅദ്ദമു, രക്തം നിന്നു കഴിഞ്ഞാൽ, ഇൻഖതഅ, മുറിയുക, നിൽക്കുക എന്നർത്ഥം, സ്റ്റോപ്പായാൽ, ഹല്ലലഹ, അവൾക്ക് അനുവദനീയമാണ്, അസ്സൗമു, നോമ്പെടുക്കാൻ പറ്റും, ഖബ്ലൽ ഗുസ്ലി, കുളിക്കുന്നതിന് മുമ്പ് നോമ്പെടുക്കാം. ഹൈല് നിന്നു എന്നാൽ ശുദ്ധി വരുത്തണം, ശരി തന്നെയാണ്. പക്ഷെ ശുദ്ധി വരുത്തുന്നതിന് മുമ്പ്, കുളിക്കുന്നതിന് മുമ്പ് നോമ്പെടുക്കൽ അനുവദനീയമാണ്, കുഴപ്പമില്ല. വയഹ്റുമു ബിൻ നിഫാസി, നിഫാസ് കൊണ്ട് ഹറാമാണ്, മാ യഹ്റുമു ബിൽ ഹൈലി, ഹൈല് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ. ഹൈല് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ നിഫാസ് കൊണ്ടും ഹറാമാണ്. വന്നിഫാസു, നിഫാസ് എന്ന് പറഞ്ഞാൽ ഹുവ, അത് അദ്ദമു, രക്തമാണ്, അൽ ഖാരിജു, പുറത്തു വരുന്ന രക്തമാണ്, ബഅദൽ വിലാദത്തി,
പ്രസവത്തിന് ശേഷം പ്രസവത്തിന് ശേഷം പുറത്തു വരുന്ന രക്തത്തിനാണ് നിഫാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതിപ്പോ ഈ നോമ്പെടുക്കുന്ന ഫർദ് നോമ്പാണ്, നോമ്പ് എടുക്കാനോ യെസ്, ഫർദും പറ്റൂല, സുന്നത്തും പറ്റൂല. പറ്റും, രണ്ടും പറ്റും. ഫർദ് നോമ്പും ഖളാ വിട്ടാ, സുന്നത്ത് നോമ്പും ഖളാ വിട്ടാ. ഫർദ് നോമ്പ് എടുക്കാം, സുന്നത്ത് നോമ്പ് എടുക്കാം. ഇപ്പോൾ എന്തായിട്ടുണ്ടാവും? സുബഹിയുടെ മുമ്പ് ഹൈദ് നിന്നിട്ടുണ്ടാവും എന്ന് സങ്കല്പിക്കുക. പിന്നെ പിന്നെ അന്ന് അപ്പോൾ കുളിച്ചില്ലെങ്കിൽ, അതായത് നേരം വെളുത്തിട്ട് കുളിച്ചാന്ന് വെച്ചു, പക്ഷെ നോമ്പെടുക്കാം. ബാങ്ക് കൊടുത്തിട്ട് കുളിച്ചിട്ട് നിസ്കരിക്കാന്നുള്ള രൂപത്തിൽ അങ്ങനെ റെസ്റ്റ് ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നിയ്യത്ത് വെക്കുക, നോമ്പ് തുടങ്ങാം. നിസ്കരിക്കണമെങ്കിൽ പിന്നെ കുളിക്കണമല്ലോ. അപ്പോൾ പിന്നെ സുബഹിക്ക് നീച്ച് സുബഹി ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് കുളിച്ച് നിസ്കരിക്കുക. ഒന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കി, എവിടെയെങ്കിലും ഏതെങ്കിലും വാക്കുകൾ കിട്ടാണ്ടോ നമുക്ക് വിശദീകരണം പറയാം. ലുബുസു എന്ന് പറഞ്ഞാൽ താമസിക്കുക കേട്ടോ. തൽവീസ് എന്ന് പറഞ്ഞാൽ പുരളുക, മലിനപ്പെടുക. ഇസ്തിംതാഴ് എന്ന് പറഞ്ഞാൽ സുഖം എടുക്കുക. സുറത്ത്, പൊക്കിള്, റുക്കുബത്ത്, മുട്ട്, കാൽമുട്ടിനാണ് റുക്കുബത്ത് എന്ന് പറയാം. ഈ പാരഗ്രാഫ് നോക്ക്, രണ്ടാമത്തെ. കുഴപ്പമില്ലല്ലോ, വിശദീകരണത്തിലേക്ക് പോവാം. യെസ്, ഹൈലുൻ നിഫാസുമാണ് ചർച്ച ചെയ്യുന്നത്. ഹൈല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രകൃതിപരമായ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നും അറ്റത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തത്തിനാണ് എന്ത് പറയാ, ഹൈല് എന്ന് പറയാം. ആരോഗ്യമുള്ള സ്ത്രീയുടെ അടയാളമാണ് ഹൈലുണ്ടാവുക എന്നുള്ളത്. ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭപാത്രത്തിൻ്റെ അറ്റത്ത് നിന്ന് പുറപ്പെടുന്നതാണ്. അപ്പോൾ രോഗം നേരത്തെ പറഞ്ഞതുപോലെ ഇസ്തിഹാലത്ത് എന്ന് പറയും രോഗരക്തത്തിന്. അത് ചില പ്രയാസം ഉണ്ടാകുമ്പോഴാണ്, അസുഖം ഉണ്ടാകുന്ന സമയത്താണ് ഉണ്ടാവുക. ഒരു പെണ്ണിന് ഹൈലുണ്ടാവേണ്ട ഏറ്റവും ചുരുങ്ങിയ പ്രായം, അത് നേരത്തെ പറഞ്ഞില്ല, 9 വയസ്സാണ്. 9 വയസ്സ്. അത് സൂര്യവർഷപ്രകാരമല്ല, ചന്ദ്രവർഷപ്രകാരം 9 വയസ്സാണ്. പിന്നെ ചുരുങ്ങിയത് ഒരു ദിവസവും ഒരു പകലുമാണ്. അത് 24 മണിക്കൂർ, അല്ലെങ്കിൽ എന്താണ് 24 മണിക്കൂർ സാധാരണ രക്തം ഇങ്ങനെ പോരുകയാണ്. അതെങ്ങനെയാണെന്ന് മനസ്സിലാകുക വെച്ചാൽ, ഒരു കോട്ടൺ നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ അത് നനവും രക്തം പുരളുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തും. അപ്പോൾ ഒരു 24 മണിക്കൂറിനേക്കാളും ചുരുങ്ങിയ രൂപത്തിലാണെങ്കിലോ അത് ഹൈലല്ല, രോഗരക്തമാണ്. ക്ലിയർ അല്ലേ?
ഇനി 15 ദിവസമാണ് കൂടുതൽ, അതിനേക്കാൾ കൂടിയാലും ഇസ്തിഹാദത്താണ്. അപ്പോൾ ഈ 15 ദിവസത്തിൽ മാക്സിമം 15 ദിവസമാണല്ലോ, അപ്പോൾ ഇടയ്ക്കിടക്കാണ് രക്തം വരുന്നത്. അപ്പോൾ അതൊക്കെ പാടെ കൂട്ടിയാൽ ഒരു 24 മണിക്കൂർ സമയമുണ്ട് എങ്കിൽ ഹൈലാണ്, അതിനേക്കാൾ കുറഞ്ഞാൽ ഹൈലല്ല. തുടർച്ചയായിട്ട് ഇങ്ങനെ വരില്ല, പല പല സമയങ്ങളിലാണ് രക്തം വരുന്നത് എങ്കിൽ, അപ്പോൾ അതെല്ലാം പാടെ കൂട്ടുന്ന സമയത്ത് 15 ദിവസത്തിൽ അതെല്ലാം പാടെ കൂട്ടുന്ന സമയത്ത് ഒരു 24 മണിക്കൂർ രക്തം വന്ന ഒരു രൂപത്തിലാണ് എങ്കിൽ ഹൈലാണ്. അതിനേക്കാൾ അവിടേക്ക് എന്താകുന്നില്ല, അങ്ങനെ ആകുന്നില്ലെങ്കിൽ അത് ഇസ്തിഹാദത്തിന്റെ രോഗരക്തമാണ്. ഇനിയോ 15 ദിവസം കഴിഞ്ഞിട്ട് ഉള്ള രക്തം പിന്നെ രക്തം വരികയാണ്, അതൊക്കെ പാടെ കൂട്ടിയിട്ടാണ് 24 മണിക്കൂർ, എന്നാലും അത് ഹൈലല്ല, ഇസ്തിഹാദത്താണ്. ചുരുക്കത്തിൽ ചുരുങ്ങിയത് 1 ദിവസം, അധികരിച്ചത് 15 ദിവസം, സാധാരണ 6-7 ദിവസം. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും രക്തം ഉണ്ടാവണം. അതും ഈ 15 ദിവസത്തിനുള്ളിൽ തന്നെ വേണം. 15 ദിവസം കഴിഞ്ഞിട്ട് ഉള്ള ടോട്ടലാണ് ഒരു 24 മണിക്കൂർ എങ്കിൽ പറ്റില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ സഹോദരിമാർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവർ ചിലപ്പോൾ അതിനെ രക്തം അതിലാണെന്ന് എഴുതിയിട്ട് ഇങ്ങനെ നിസ്കാരമൊക്കെ ഒഴിവാക്കി പോകും. നിസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ നിർബന്ധമായിരിക്കും. ഈ ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ, രോഗരക്തം എന്ന് പറഞ്ഞാൽ നിത്യശുദ്ധിയാണ്. നമ്മൾ മൂത്രവാർഷക്കാരനൊക്കെ പറഞ്ഞ പോലെ നിത്യശുദ്ധിക്കാരനാണ്. അപ്പോൾ ഹൈല് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഈ പെണ്ണിന് ഉണ്ടാവില്ല. അപ്പോൾ അവൾ കഴുകണം, എന്നിട്ട് കോട്ടം വെക്കണം. പ്രയാസമൊന്നുമില്ലെങ്കിൽ കോട്ടം വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, കെട്ടേണ്ടി വരും ചിലപ്പോൾ. പിന്നെ സമയത്ത് ഉളു എടുക്കുക, സമയമായിട്ട് അതൊക്കെ ചെയ്യേണ്ടത്. ബാങ്ക് കൊടുത്തിട്ടാണ് ഈ സംഗതികളൊക്കെ ചെയ്യേണ്ടത്. എന്നിട്ട് വേഗം നിസ്കരിക്കുക, വൈകിപ്പിക്കാൻ പാടില്ല. നിസ്കാരം വൈകിപ്പിക്കരുത്, വേഗം നിസ്കരിക്കുക. എന്നാണ് അവൾ ചെയ്യേണ്ടത്. പിന്നെ ഹൈല് കൊണ്ട് അതുപോലെ ജനാബത്ത് കൊണ്ടൊക്കെ ഹറാമാകുന്നതാണ് നിസ്കാരം, ത്വവാഫ്, മുസ്ഹഫ് തൊടലും മുസ്ഹഫ് ചുമക്കലും, അതുപോലെ പള്ളിയിൽ താമസിക്കലും. പിന്നെ ഖുർആൻ ആണ് എന്ന ഉദ്ദേശത്തോടു കൂടെ ഖുർആൻ ഓതുക, അതും ഹറാമാണ്. ഒരു ദിക്റാണ് എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഓതുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇനി ഹൈലുകാരിക്ക് മാത്രം ഹറാമാകുന്ന കാര്യങ്ങൾ, ഒന്ന് നോമ്പ്. അത് ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും ഹറാമാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിൽ രക്തം ആകും എന്ന് ഭയപ്പെട്ട് കഴിഞ്ഞാൽ പള്ളി മുറിച്ച് കടക്കലും ഹറാമാണ്. പള്ളിയിലൂടെ അങ്ങനെ നടക്കലും ഹറാമാണ്. പിന്നെ മുട്ടുപൊക്കിളിനിടയിൽ സുഖമെടുക്കലും ഹറാമാണ്. ഇവിടെ ഇസ്തിംതാ എന്നാണ്, സുഖമെടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ തൊട്ടിട്ട് സുഖമെടുക്കാനും പാടില്ല, നോക്കിയിട്ട് സുഖമെടുക്കാനും പാടില്ല. സുഖമെടുക്കാന്ന് പറഞ്ഞാൽ തൊടണമെന്നില്ല. തൊട്ടിട്ട് സുഖമെടുക്കാനും പാടില്ല, മറല്ലാതെ തൊട്ടിട്ടും പാടില്ല, അതുപോലെ നോക്കിയിട്ടും പാടില്ല. ചിലരെന്തായിട്ടുണ്ട് അറിയോ, മുബാശറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായപ്രകാരം മറയില്ലാതെ തൊട്ട് സുഖമെടുക്കാൻ പാടില്ല എന്നേ വരുള്ളൂ, ഹറാമെന്നേ വരുള്ളൂ. അപ്പോൾ വികാരത്തോടു കൂടെ നോക്കൽ കുഴപ്പം ഇല്ല, ഹറാമില്ല. നമ്മളേതായാലും അതും ചെയ്യാതിരിക്കുക. എന്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ തൊട്ടിട്ടോ ഒന്നും അയലുകാരിയാണെങ്കിൽ ചെയ്യാതിരിക്കുക. അങ്ങനെ പിന്നെ അത്
എന്താവും, ചിലപ്പോൾ ഹറാമായതിലേക്ക് എത്തിക്കുമല്ലോ. അതുകൊണ്ടത് ചെയ്യാതിരിക്കും. ഇത് ഹറാമാണ്. അതുപോലെ ഹൈലുണ്ടായാൽ ചിലപ്പോൾ ഹറാമാകുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ചെറിയ കിതാബായതുകൊണ്ട് വിട്ടുപോയത്. ഏത്? ത്വലാക്ക് ചെല്ലാൻ പറ്റും. ത്വലാക്ക് ചെല്ലൽ ഹറാമാണ്. ഭാര്യയുമായിട്ട് ഭർത്താവ് ബന്ധപ്പെട്ടു, അങ്ങനെ ആ ഹൈലിൽ ശേഷമുള്ള ഹൈലുള്ള സമയത്ത് എന്ത് ചെയ്യുക? ത്വലാക്ക് ചൊല്ലൽ ഹറാമാണ്. അതുപോലെ ശുദ്ധി വരുത്തലും, കൂലി കിട്ടുന്നു വിചാരിച്ചിട്ട് ശുദ്ധി വരുത്തലും ഹറാമാണ്. ഹൈലിൻ്റെ സമയത്ത് ജിമാഇ ചെയ്യൽ അത് വൻ കുറ്റങ്ങളിൽപ്പെട്ടതാണ്. അത് ചെയ്താൽ ഓന് തോന്നിവാസിയായി പോവും. അത് ഹലാലാണെന്ന് പറഞ്ഞ ഓന് ഇസ്ലാമിൽ നിന്ന് പുറത്തും പോകും. അത് ഹലാലാണ്, അനുവദനീയമാണ് എന്ന് പറഞ്ഞ ഓന് ഇസ്ലാമിൽ നിന്ന് പുറത്തും പോകും. അപ്പോൾ ഹൈലുകാരിക്ക് നിർബന്ധമാണ് റമളാനിലെ നോമ്പ് ഖളാ വീട്ടൽ. എന്തു വേണ്ട? നിസ്കാരം ഖളാ വീട്ടണ്ട. നേരത്തെ പറഞ്ഞു. നിസ്കരിക്കലും ഹറാമാണ് കേട്ടോ, പറഞ്ഞല്ലോ. പിന്നെ രക്തം നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് നോമ്പെടുക്കാം കുളിക്കുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ ത്വലാക്കും കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ശുദ്ധി വരുത്തുകയൊക്കെ ചെയ്യാം. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ കുളിച്ചിട്ടേ പറ്റൂ. നിഫാസ് കൊണ്ട് ഹറാമാകുന്നു, ഹൈദ് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളൊക്കെ നിഫാസ് കൊണ്ട് ഹറാമാകും. നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുന്ന രക്തമാണ്. അപ്പം 2 കുട്ടികളുണ്ട്, ഇരട്ട കുട്ടികളുണ്ട് വിചാരിക്കും. ആദ്യത്തെ കുട്ടി പ്രസവിച്ചു, മറ്റേ കുട്ടി കൂടി പുറത്തേക്ക് വന്നതിന് ശേഷമേ പുറപ്പെടുന്ന രക്തം എന്താവും? നിഫാസാകുള്ളൂ. നിഫാസ് ഏറ്റവും കുറഞ്ഞത് 1 സെക്കൻഡാണ്. അധികരിച്ചത് 60 ദിവസമാണ്. സാധാരണ എല്ലാവർക്കും 40 ദിവസം. 2 ഹൈലുകൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശുദ്ധി 15 ദിവസമാണ്. 2 ഹൈല് ഒരു പെണ്ണിനുണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ ശുദ്ധി ഏറ്റവും കുറവ് 15 ദിവസം. സാധാരണ കൂടുതലും 24 23 ദിവസമാണ് ഉണ്ടാവുക. അധികരിച്ച പരിധിയിൽ എത്ര കാലമാണെങ്കിലും ശുദ്ധി ഉണ്ടായിരിക്കാം. എത്ര കാലമാണെങ്കിലും എന്ത് ചെയ്യാം? ശുദ്ധി ഉണ്ടാവാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബഷീർക്ക നമ്മൾ അർത്ഥം വെച്ച് പറഞ്ഞു. അതിൻ്റെ ഈ വീഡിയോൻ്റെ ആദ്യം ഒന്ന് കേൾക്കണം കേട്ടോ. കുറഞ്ഞ ഭാഗമുള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ഹുലാസ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാം. കാണുന്നുണ്ടോ? ക്ലിയർ അല്ലേ? യെസ്. ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ 6 കാര്യങ്ങളാണ്. നോക്കണേ, മനസ്സിലാക്കിയാൽ മതി. ചെറിയ ശുദ്ധി കൊണ്ട് 6 കാര്യം ഹറാമാണ്. 1 നിസ്കാരം, തവാഫ് ചെയ്യാൻ പാടില്ല. സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദോ ശുക്രിൻ്റെ സുജൂദോ ഹറാമാണ്. വെള്ളിയാഴ്ചയിലെ ഖുതുബ ഹറാമാണ്. ഒന്നുമില്ലാതെ ഖുതുബ ഓതാൻ പാടില്ല. കേൾക്കാനല്ല, ഓതാൻ പാടില്ല.
ഹംലുൽ മുസ്ഹഫി, മുസ്ഹഫ് തൊടലും, ആ ചുമക്കലും, മസൂ മുസ്ഹഫ് തൊടലും. അപ്പോൾ നിസ്കാരം നോട്ട് ചെയ്യണം കേട്ടോ. നിസ്കാരം, തവാഫ്, സുജൂദ്, ഖുതുബ, മുസ്ഹഫ് ചുമക്കലും, മുസ്ഹഫ് തൊടലും. അപ്പോൾ മുസ്ഹഫ് പോലെ തന്നെയാണ് ഖുർആൻ എഴുതിയതും. മുസ്ഹഫിനെ എന്തായാലും തൊടൽ ഹറാമാണ്, ചുമക്കലും ഹറാമാണ്. എന്നാൽ ബാക്കിയുള്ളത് പഠിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഓതാൻ വേണ്ടിയാണ് എഴുതിയത്, ഒരു പേജിൽ എഴുതിയിട്ടുള്ളത് എങ്കിൽ ചുമക്കൽ ഹറാമാണ്, തൊടൽ ഹറാമാണ്. ഇനി ബർക്കത്തിന് വേണ്ടിയാണ്, ചിലപ്പോൾ ഈ ഹൈക്കലിൻ്റെ ഉള്ളിലൊക്കെ ബർക്കത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആയത്തിൻ്റെ ഭാഗമൊക്കെ എഴുതാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹറാമില്ല. മുസ്ഹഫിനെ അത് മറയോട് കൂടെയാണെങ്കിലും തൊടൽ ഹറാമാണ്. അതിൻ്റെ പേജ് തൊടൽ, അതിൻ്റെ വെളുപ്പ് തൊടൽ, അതിൻ്റെ പാത്രം, മുസ്ഹഫ് ഒരു പാത്രത്തിലിട്ട് വെക്കുക, അത് തൊടലൊക്കെ ഹറാമാണ്. ആ പാത്രം തനിച്ചാകുമ്പോഴല്ല കേട്ടോ, പാത്രത്തിനുള്ളിൽ മുസ്ഹഫ് ഉണ്ട് അല്ലെങ്കിൽ കവറിൽ മുസ്ഹഫ് ഉണ്ട് എങ്കിൽ അത് തൊടലാണ് ഹറാമ്, ഇല്ലെങ്കിൽ അത് ഹറാമില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത് മൊബൈലിലെ സോഫ്റ്റ്വെയർ, മൊബൈലിൽ നമ്മൾ സൂക്ഷ്മതക്ക് ഉസ്താദുമാർ പറച്ചില് ആ എഴുതിയ എഴുത്തുണ്ടല്ലോ, അതിന്മ എന്താണത് തുടരുത് എന്നാ പറച്ചില്, സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട്. പേജ് മറിക്കാനൊക്കെ വെള്ള ഭാഗത്ത് ഉള്ളതോ അല്ലെങ്കിൽ ഈ സ്വിച്ച് ഉണ്ടാവുമല്ലോ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാനുള്ള സ്വിച്ച് ഉണ്ടാവും, അതുമ്മനൊക്കിയിട്ടൊക്കെ ചെയ്യണം എന്നാണ് പറച്ചില്. അത് പ്രബലമായ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞേ, പ്രബലമായ അഭിപ്രായത്തിൽ അത് വേണമെന്നില്ല എന്നാണ്. നമ്മൾ സൂക്ഷിക്കുക. പിന്നെ ഏത് മൊബൈൽ ചുമക്കുമ്പോഴോ എവിടെ? അപ്പം ആ സ്ക്രീൻ വെച്ചിട്ട് നമ്മൾ ബാത്റൂമിൽ പോയത്, സ്ക്രീന് വെച്ചിട്ടേ സ്ക്രീനിൽ നമ്മൾ വെച്ചിട്ട് ബാത്റൂമിൽ പോകരുത്. അതുപോലെ അതിനെ ചുമക്കുന്ന ഭക്ഷണം വരും എപ്പോഴും ഇത് വേണമെന്നാവും സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ സ്ക്രീനിലില്ലെങ്കിൽ ഉള്ളിലുണ്ടല്ലോ ആൾക്ക്, അതിപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടല്ലോ, അപ്പോൾ നമ്മളൊന്നും ബാത്റൂമിലോ ഇവിടേക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലും ഉണ്ട്. സ്ക്രീനിലായിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഉളു വേണം. ഓക്കെ അല്ലേ ബഷീർക്ക? നമ്മളെല്ലാ കാര്യവും നിയമം ഒപ്പം തന്നെ ചെയ്യുള്ളൂ, നിയമത്തിനനുസരിച്ച്. അതിൻ്റെയൊക്കെ ഒരു അപ്പുറം ഒരു സൂക്ഷ്മത എന്ന് പറഞ്ഞ ഒരു ജാനിബ് കൂടി നമ്മൾ ഭാഗം കൂടി നമ്മൾ പരിഗണിക്കണം. പാപ്പ അത് പറഞ്ഞു, അപ്പം പറഞ്ഞത് മാത്രം ഞാൻ കേൾക്കും, അതിനേക്കാളും പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒന്നുകൂടി ഒന്ന് നന്നാക്കിയിട്ട് ചെയ്യുന്നു. അതേപോലെ സൂക്ഷ്മത നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ വിഷയത്തിലും കാണിക്കണം. ഇനി നമ്മൾ വേറെ കുറേ സാധനങ്ങളുണ്ട്, അപ്പം മുസ്ഹഫും ഉണ്ട്, അത് ഹറാമില്ല. മുസ്ഹഫ് ചുമന്നു കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങി കൂട്ടത്തിൽ മുസ്ഹഫും വാങ്ങി, അങ്ങനെ ഒന്നിച്ച് ചുമക്കൽ ഹറാമ് ഇല്ല. വകതിരി പറ്റിയ കുട്ടിക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് സൗകര്യപ്പെടുത്തി കൊടുക്കലും ഹറാമില്ല. വകതിരി വെത്താത്ത കുട്ടിയാണ്, അപ്പോൾ അവനക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കരുത്, മൗലി കിതാബ് കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കുക, അതൊന്നും ചെയ്യരുത്. അതുപോലെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതൊരു വ്യക്തിയെ പിന്നെ അവൻ അറിയാലോ. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യരുത്, അതൊക്കെ ഒന്നുമില്ലാതെ ഹറാമാണ്. ഇനി നമ്മൾ വലിയ അശുദ്ധി, വലിയ അശുദ്ധി ഉണ്ടായാൽ, അതുപോലെ പ്രസവം കൊണ്ടൊക്കെ ചെറിയ അശുദ്ധിയുള്ള കാര്യങ്ങളൊക്കെ ഹറാമാണ്. ഇപ്പോൾ പറഞ്ഞ ചെറിയ അശുദ്ധിയുള്ള കാര്യം ഉണ്ടല്ലോ, അത് മൊത്തം ഹറാമാണ്. കൂടുതലായിട്ടും പള്ളിയിൽ താമസിക്കൽ,
ഖുർആനാണ് എന്ന ഉദ്ദേശത്തോടു കൂടി ഖുർആൻ പാരായണം ചെയ്യുക, അതും ഹറാമാണ്. അപ്പോൾ ഈ പറയപ്പെട്ട 6 കാര്യം നമ്മൾ പറഞ്ഞു. 6ന് പുറമെ 6+2 ജനാബത്ത് വലിയ അശുദ്ധിക്കാരനും അതുപോലെ പ്രസവം ഉണ്ടെങ്കിലും പ്രസവം നടന്നു. അപ്പോൾ ഈ പറയപ്പെട്ട 6+2 8 കാര്യങ്ങൾ ഹറാം. ഏതാ അധികം ഉള്ളത്? പള്ളിയിൽ താമസിക്കലും ഖുർആനാണെന്ന ഉദ്ദേശത്തോടു കൂടി പോകും. എന്നാൽ ദിക്റാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഖുർആൻ എന്നുള്ള ഉദ്ദേശമല്ല, അങ്ങനെ ചെയ്യാം. ഏതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഖുർആനാണല്ലോ, ആയത്താണല്ലോ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, അത് ദിക്ർ എന്നുള്ളത്. വണ്ടി കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, എന്തെങ്കിലും അപകടം വരുന്ന സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പള്ളിയിൽ ഇങ്ങനെ വെറുതെ നടക്കലും ഹറാമാണ്, അതും പള്ളിയിൽ താമസിക്കൽ തന്നെയാണ്. കുറേ അങ്ങോട്ട് കിടക്കുക പിന്നെ ഇങ്ങോട്ട് കിടക്കുക, നേരെ മറിച്ച് വിട്ട് കിടക്കലല്ല. അശുദ്ധി ഉണ്ടായി, പള്ളിയിലെ റൂമിൽ വെച്ചുണ്ടായത് നിൽക്കുക, പള്ളിയിൽ വെച്ചുണ്ടായി, എന്ത് ഉറങ്ങിയിരുന്നു, ഉറക്കത്തിൽ സംഭവിച്ചു, വേഗം പള്ളിയിൽ നിന്ന് പുറത്തു പോവുക, അത് ഹറാമില്ല. താമസിക്കൽ ഹറാം, പള്ളിയിൽ പിന്നെയും. ഇനി ഹൈദു നിഫാസിനും ഈ പറയപ്പെട്ട ജനാബത്തിന് ഹറാമായതിന് പുറമെ 4 കാര്യങ്ങൾ ഹറാമാണ്. അപ്പോൾ 8ഉം 4ഉം 12 ഹറാമാവും ഹൈദുകാരിക്കും നിഫാസുകാരിക്കും. അതേതാ? 1 നോമ്പ് നോക്കൽ ഹറാമാണ്. ത്വലാഖ് ചൊല്ലൽ, അവളെ ത്വലാഖ് ചൊല്ലൽ ഹറാമാണ്. ജിമാഇ ചെയ്യൽ ഹറാമാണ്. ആണോ? അത് മറയോടുകൂടെയാണെങ്കിൽ ചെയ്യും. ഹൈദുള്ള പെണ്ണിനെ മറയോടുകൂടെ സംയോഗം ചെയ്യലും ഹറാമാണ്. അവിടെ ഇവിടെ ഉപയോഗിച്ച് നോക്ക് നിങ്ങൾ, മുബാശറത്തു മാ ബൈന സുറത്തിഹ റുക്ബത്തിഹ ബിലാ ഹായിലിൻ, മറയില്ലാതെ അവളുടെ മുട്ടുപൊക്കിളിൻ്റെ ഇടയിൽ തൊലി തമ്മിൽ ചേർന്ന് സുഖമെടുക്കലും ഹറാമാണ്. ഇവിടെ അങ്ങനെ മുബാശറത്ത് പ്രയോഗിച്ചു. അപ്പോൾ നമ്മൾ ഒന്നുകൂടി സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഇസ്തിംതാ എന്നുള്ള ആ ഇബാറത്തനുസരിച്ച് പറഞ്ഞു. സുഖമെടുക്കുക, സുഖം പല രൂപത്തിലെടുക്കാം. തൊലി തമ്മിൽ ചേരാതെ തന്നെ എടുക്കാം, നോക്കിയിട്ടോ ഓക്കെ. അതും ചെയ്യരുത്. നോക്കിയാൽ പിന്നെ തൊടാൻ തോന്നും, തൊട്ടാൽ പിന്നെ പലതിനും തോന്നും. അങ്ങനെ അല്ലാഹു ഹറാമാക്കിയ പല രൂപത്തിലേക്കും എത്തും. ക്ലിയർ അല്ലേ? ഈ പറയപ്പെട്ട ഇതൊന്ന് എഴുതണം കേട്ടോ. ഏത്? ചെറിയ അശുദ്ധി മൂലം ഹറാമാകുന്ന കാര്യങ്ങൾ 6, ജനാബത്ത് മൂലം ഹറാമാകുന്ന, വലിയ അശുദ്ധി മൂലം ഹറാമാകുന്ന കാര്യങ്ങൾ 6+2 8, ഹൈലുകാരിക്കും നിഫാസുകാരിക്കും ഹറാമാകുന്നത് 8+4 12. ആ 12 കാര്യം, 12ഉം 8ഉം 20ഉം 6 26 കാര്യം വരും മൊത്തം. അതൊന്ന് എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബഷീർക്ക ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി. ഇത് ചെറിയൊരു കിതാബായതുകൊണ്ടാണ് ഇങ്ങനെ ഇബാറത്ത് ചുരുക്കിയിട്ടേ ഉള്ളൂ. അതിൽ വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സംശയമുള്ളതൊക്കെ നിങ്ങൾ ചോദിക്കണം, നോട്ട് ചെയ്യണം, മാറിപ്പോരുത്, നല്ലപോലെ മനസ്സിലാക്കണം. രണ്ട് ചോദ്യം ചോദിക്കാം. ഒരു പെണ്ണ്, ഒരു സ്ത്രീക്ക് മഗ്രിബ് വാങ്ങി കൊടുക്കാൻ 10 മിനിറ്റുള്ളൂ. ആ സമയത്ത് ആ സ്ത്രീയുടെ ഹൈദ് നിന്നു. ആ സ്ത്രീയുടെ ഹൈദ് നിന്നു. ഈ പെൺകുട്ടി, ഈ സഹോദരി ഏതൊക്കെ നിസ്കാരം നിസ്കരിക്കണം? നാസർക്ക, മഗ്രിബും ഇശാവും നിസ്കരിച്ചാൽ മതി. പിന്നെ റാഷിദൻ, ബഷീർക്ക,
ലുഹുറും അസറും മഗ്രിബും ഇശാവും നിസ്കരിക്കണം. ഏതൊക്കെ? ലുഹുറും അസറും മഗ്രിബും ഇശാവും നിസ്കരിക്കണം. എന്താണെന്നറിയോ? മഗ്രിബും ഇശാവും പിന്നെ പറയേണ്ടതില്ല. അസറും നമുക്ക് എന്ത് ചെയ്യാം, 10 മിനിറ്റ് സമയമുണ്ടല്ലോ, കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാൻ സമയം കിട്ടും. ലുഹർ എങ്ങനെയെന്ന് വെച്ചാൽ ഇത്തരം ഘട്ടങ്ങളിൽ ജം ആക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ കൂടി നിസ്കരിക്കണം. ഈ വൈകണ സമയത്ത് ജം ആക്കാൻ പറ്റുന്ന സംസ്കാരം. നേരെ മറിച്ച് ലുഹുർ ബാങ്ക് കൊടുത്തു, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹൈദ് തുടങ്ങി. നിസ്കരിക്കാനൊക്കെ പറ്റിയിരുന്നു, നിസ്കരിച്ചില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹൈദ് തുടങ്ങി. അവിടെ ലുഹുർ മാത്രം എന്തായാൽ മതി, കളാവ് കിട്ടിയാൽ മതി. അസർ കിട്ടേണ്ടതില്ല. അത് എന്ത് ചെയ്യേണ്ടതില്ല, അസർ കിട്ടേണ്ടത്. കാരണം നേരെ മറിച്ച് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അപ്പോൾ സുബിയുടെ ഒരു അരമണിക്കൂർ മുമ്പ് അതിൽ നിന്ന് കഴിഞ്ഞാൽ ഇശാവ് നിസ്കരിക്കണം, മഗ്രിബും എന്ത് ചെയ്യണം, കിട്ടണം, കളാവ് കിട്ടണം. ജം ആക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ പരസ്പരം ചേർത്ത് നിസ്കരിക്കണം. ഓക്കെ, നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. നമ്മുടെ സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ തന്നെയായിരുന്നു നേരത്തെ നാസർക്ക് പറഞ്ഞ പോലെ ഇപ്പം ഏതായാലും ഒന്ന് കുളി വിശാലമായിട്ടൊന്ന് കുളിച്ച് മഗ്രിബ് മുതലാണ്ട് തുടങ്ങാം എന്ന് കരുതി നിൽക്കും. പക്ഷേ 2 നിസ്കാരം ഒരു അക്കൗണ്ടിലുണ്ട്, അസറും ലുഹറും. അതും നിസ്കരിക്കും, കളാവ് കിട്ടിയാൽ മതി. അത് നമ്മുടെ കുട്ടികൾക്ക് ഒന്നാമത് അത് പഠിക്കുന്ന സമയത്ത് കുട്ടികൾ മദ്രസയിലുണ്ടാവില്ലേ. ഇവര് മറ്റേ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ, അതില്ലാവില്ല. കാരണം എന്താണ്, തീർച്ചയായിട്ടും കിട്ടണം. ഇതെന്താ അറിയോ ബഷീർക്ക, പ്രശ്നം എന്താ അറിയോ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 5, 6, 7 ക്ലാസ്സുകളിൽ പെൺകുട്ടികൾ മദ്രസ നിർത്തുകയാണ്. വളരെ അപൂർവം കുട്ടികളെ വരുന്നുള്ളൂ. 8ാം ക്ലാസ്സിലേക്ക്, 9, 10ലേക്കൊക്കെ വളരെ അപൂർവം കുട്ടികൾ. ഇവര് ഹൈദും നിഫാസും പഠിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഇതൊന്നും എന്താണെന്ന് ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ തിരിയിപ്പിച്ചു കൊടുക്കാൻ ഉസ്താദുമാർ പ്രയാസപ്പെടുകയോ ചെയ്യുന്ന സമയത്താണ്. അത് നമ്മൾ ഇവർ പറഞ്ഞ പോലെ ദജ്ജാൽ പുറപ്പെടുന്നു എന്ന് പറയുന്ന പോലെ കാര്യം ഹൈദ് പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ പഠിക്കണം. അതിന് ബഷീർ ബഷീർ ഖാന്റെ ഭാര്യക്ക് ഈ വിഷയം പഠിപ്പിച്ചു കൊടുക്കൽ ബഷീർ ഖാക്ക് നിർബന്ധമാണ്. ബഷീർ ഖാക്ക് അതിന് കഴിവില്ലെങ്കിൽ അതിന് വേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. കാരണം കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് നമ്മുടെ നിസ്കാരത്തെക്കുറിച്ചും ചോദിക്കും, വൈഫിൻ്റെ നിസ്കാരത്തെക്കുറിച്ചും ചോദിക്കും, മക്കളുണ്ടായ മക്കളുടെ നിസ്കാരത്തെക്കുറിച്ചും ചോദിക്കും. കല്യാണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ. അതാണ് അതിൽ പറ്റുന്ന പ്രാപ്തരായ ആളുകൾക്ക്. അതിപ്പോൾ എല്ലാവരും ഉസ്താദുമാരാവണം എന്നല്ല. ഉസ്താദുമാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യണം. സൗകര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ക്ലിയർ ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ നമ്മളൊക്കെ കുറ്റക്കാരാണ്. നല്ലപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം. അവർക്ക് ഈ വിഷയം അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മളത് ആ രൂപത്തിൽ പറയണം. നമ്മൾ പറയുന്ന
ശൈലി ഒന്ന് മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കണം. അവർ പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ പറഞ്ഞാൽ നിങ്ങളപ്പോൾ എനിക്കറിയില്ലേ, നിങ്ങൾ ചിലപ്പോൾ നമ്മളെന്തെങ്കിലും നമ്മളെയൊക്കെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടാവും. അത് ഇവരെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഓർത്ത് വെച്ച് അടയാളം വെച്ച് ഓർമ്മിച്ച് വെച്ച് പറയും സ്ത്രീകൾ തെറ്റുകൾ. അന്ന് നിങ്ങൾ ഇന്ന രീതിയിലെ ഇന്നപ്പോൾ ഇങ്ങനെ ഇതിലെ അങ്ങനെ ഇതിലെ അറിയില്ല. അതാണ് വിഷയത്തിൽ എങ്കിലും കുറച്ചൊക്കെ അങ്ങനെ എന്തൊക്കെ അവിടെ ഒരു തോന്നലുണ്ടായി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പറയണം, പറഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ തുടക്കത്തിൽ പറയണ ഖുലാസൻ്റെയും തുടക്കത്തിൽ നമ്മൾ ഇതിൽ പറഞ്ഞോന്നറിയില്ല. ഖുലാസൻ്റെ തുടക്കത്തിൽ പറയുന്ന നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലാ ഇത് തുടങ്ങി ഖുലാസ തുടങ്ങി പോകും. ഇവിടെ വന്നിട്ട് നിസ്കാരത്തിൽ പറയുന്ന ഭാഗമാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചത് ശ്രദ്ധിക്കണേ. ഇവിടെ നോക്കി, ഇദാ സാലത്ത് ഹാദിഹിൽ മവാനിഉ. ഹൈദ് നിഫാസ് മാത്രമല്ല, ഒരാൾ മുസ്ലിമായി അല്ലെങ്കിൽ ഭ്രാന്ത് മാറി, കുട്ടി പ്രായപൂർത്തിയായി, ഹൈദ് നിന്നു, നിഫാസ് നിന്നു, ബാക്കിയായിരിക്കുന്നു മിനൽ വഖ്തി, സമയത്തിൽ നിന്ന്, ഖദറു തക്ബീറത്തിൻ, ഒരു തക്ബീർ ചൊല്ലാനുള്ള സമയം, തക്ബീർ ചൊല്ലാനുള്ള സമയം. വജബത്ത് നിർബന്ധമാണ്, തിൽക്കസ്വലാത്തു ആ നിസ്കാരം നിർബന്ധമാണ്, വല്ലത്തി ഖബലഹ അതിന് മുമ്പുള്ള നിസ്കാരവും നിർബന്ധമാണ്, ഇൻകാനത്ത് തുജ്മഅ ആ നിസ്കാരം ഇതിനോടൊപ്പം ജംആക്കി നിസ്കരിക്കാൻ പറ്റുന്നതാണെങ്കിൽ. അപ്പോൾ ഇശാ ബാങ്ക് കൊടുക്കാൻ ഒരു 5 മിനിറ്റ് മുമ്പാണ് ഹൈദ് നിന്ന് നിൽക്കുക. അപ്പോൾ ഏത് വേണ്ട? അസർ വേണ്ട. കാരണം അസറും മഗ്രിബും ജമാക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ മഗ്രിബും ഇശാ ബാങ്ക് നിസ്കരിച്ചാൽ മതി. ഇനി രാവിലെ 10 മണിക്കാണ് ഹൈദ് നിന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നുമില്ലല്ലോ, ഒരു നിസ്കാരമില്ല ആ സമയത്ത്, ഒന്നും വേണ്ട. പിന്നെ ളുഹർ മുതൽ നിസ്കരിച്ചാൽ മതി. അസർ ബാങ്ക് കൊടുക്കാൻ ഒരു 10 മിനിറ്റ് മുമ്പാണ് ഹൈദ് നിന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരാൾക്ക് ഭ്രാന്ത് മാറിയത്, അങ്ങനെയാണെങ്കിൽ ഏത് നിസ്കരിച്ചാൽ മതി? ളുഹർ മാത്രം ളുഹർ നിസ്കരിച്ചാൽ മതി. ളുഹറിൻ്റെ മുമ്പുള്ള സുബിഹ അതിനോട് ചേർത്ത് നിസ്കരിക്കേണ്ട. കാരണം സുബിയും ളുഹറും ജമാക്കാൻ പറ്റുന്ന നിസ്കാരമല്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ റാഷിദ, നസർക്ക? ഇതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളോടും നമ്മൾ പറഞ്ഞാൽ കേൾക്കേണ്ട ആളുകളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇനി മറ്റേ മസല അതാ, വലൗ അദ്റക മിനൽ വഖ്തി ഖദ്റൽ ഫർദി, ഫർദ് നിസ്കരിക്കാൻ ഒരു സമയം കിട്ടി, സുമ്മ അറദൽ മാനിഉ പിന്നെ ഈ പറയപ്പെട്ടതുണ്ടായി. ഇപ്പോൾ ളുഹർ ബാങ്ക് 12:30 സപ്പോസ്, 5 നിസ്കരിക്കാൻ എത്ര സമയം മതി? ഫർദ് മാത്രം നിസ്കരിക്കാൻ 5 മിനിറ്റ് മതിയല്ലോ. ഫർദൊക്കെ എടുത്ത് സുന്നത്ത് കുറേ സൂറത്ത് ഓതിയിട്ടൊന്നല്ല, ഫർദ് മാത്രം നിർവഹിക്കാൻ ഒരു 5 മിനിറ്റ് മതി. 35-ന് ഭ്രാന്തായി ഒരാൾക്ക് എന്ന് വിചാരിക്കുക. 35-ന് ഭ്രാന്തായി, അല്ലെങ്കിൽ 35-ന് ഒരു പെണ്ണിന് ഹൈൽ തന്നു. എന്നാൽ വജബത്ത് തിൽക സ്വലാത്ത് ആ നിസ്കാരം മാത്രമാണ് നിർബന്ധം. ഏത് നിസ്കാരം? ആ ളുഹർ. ഇപ്പം ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ളുഹർ മാത്രമേ നിർബന്ധമുള്ളൂ, അസ്ർ നിസ്കരിക്കണ്ട. ഓക്കെ അല്ലേ ശരിക? എന്താ സംശയമുണ്ടോ? പറയും. ഞാൻ ഇന്നലെ ഒരു കുട്ടിക്ക് ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു. കുട്ടിക്ക് 9 വയസ്സായി, 4ാം ക്ലാസ്സിലാണെന്നാണ് പറഞ്ഞത് സ്കൂളിൽ. അപ്പം ഞാൻ 7:30 ക്ലാസ് എടുക്കുന്നു രാത്രി. അപ്പം ഞാൻ ചോദിച്ചു, മോളെ നീ മഗ്രിബ് നിസ്കരിച്ചു ചോദിച്ചു. ഇല്ല, അത് നിസ്കരിച്ചില്ല. ഞാൻ ഇന്നലെ
വൈഫ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ, വൈഫ് പ്രഗ്നൻ്റ് ആണ്, എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഡോക്ടറെ കാണിച്ച് ഞാൻ ഓടിപ്പടച്ച് വേറെ വൈക്കന്ന് വീട്ടിലെത്തുന്നതിന് മുമ്പ് വൈക്കന്ന് നിസ്കാരമൊക്കെ നിസ്കരിച്ച് വൈഫിനും കൊണ്ട് നിസ്കരിപ്പിച്ച് ഒരു ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ 9 വയസ്സായ കുട്ടി നിസ്കരിച്ചില്ല. അപ്പം എന്നിട്ട് ഒരു രൂപത്തിൽ പറഞ്ഞു കൊടുത്തു, ഈ രക്ഷിതാക്കളത് ബോധവാന്മാരല്ല. 7 വയസ്സായ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 10 വയസ്സായ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. അടിക്കണം പറഞ്ഞാൽ പേടിപ്പിക്കണം, ചിലപ്പോൾ ദേഷ്യപ്പെടണം, ചിലപ്പോൾ വടി കൊണ്ട് പരിക്കൊന്നും പറ്റാത്തൊരു രൂപത്തിലുള്ള അടി നമ്മൾ കൊടുക്കണം. കുട്ടിക്ക് പേടി വേണം, അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ 3-ാം മുറ 4-ാം മുറ പ്രയോഗിക്കാനല്ലല്ലോ. പക്ഷെ ഒരു പക്ഷേ 9 വയസ്സ് ഹൈദുണ്ടാവാൻ ഏറ്റവും ചുരുങ്ങിയ പ്രായമല്ല 9 വയസ്സ്. 9 വയസ്സിൽ സാധാരണ ഉണ്ടാവില്ല. അപ്പോഴത്തെ കുട്ടികൾക്ക് അവരെ ഭക്ഷണ രീതിയും ആരോഗ്യസ്ഥിതിയും കൊണ്ട് സാധാരണ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ അഥവാ 9 വയസ്സിന് ഹൈദുണ്ടായി ഈ പെണ്ണിനെ നിർബന്ധമായില്ല നിസ്കാരം പെൺകുട്ടിക്ക്. ആ കേസ് അങ്ങനെ പറയില്ല കേട്ടോ, ഞാനൊരു ഉദാഹരണം പറയാണ്. ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾ എന്താകുന്നില്ല, കുട്ടികളോട് നിസ്കരിക്കണം, കാര്യങ്ങൾ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. നമ്മുടെ ബാധ്യതയാണ്. നിസ്കാരം മാത്രമല്ല കേട്ടോ, നോമ്പ് പോകാൻ തന്നെ. നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും അടിക്കണം, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിലും അടിക്കണം. അത് ഒരു ഇതാണ്. അടി എന്ന് പറഞ്ഞാൽ അടി മുണ്ടിയാൽ അടി, മുണ്ടിയാ പൊറാട്ട എന്ന് പറഞ്ഞ പോലെ ആ അടി എന്നുള്ള ആൾക്കല്ല, അതൊരു ട്രെയിനിങ് ആണ്. തല്ലുക എന്നല്ലല്ലോ. തല്ല് കിട്ടുന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമല്ലോ. ഇപ്പം പേടിച്ചാൽ ചെയ്യണമെങ്കിൽ ഭാവിയിൽ അത് പേടിയില്ലാതെ ശീലമായി മാറും. അതിനാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിനാണ് നമ്മളത് പറയുന്നത്. ഇപ്പം ചിലപ്പോൾ പേടിച്ചിട്ടോ തനിക്ക് ഒക്കെ ഇട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഭാവിയിൽ ആ കുട്ടിയുടെ ശീലമായി കഴിഞ്ഞാൽ എത്ര മെച്ചമുണ്ട്. അല്ലെങ്കിൽ പറയില്ലേ, നാളെ സ്വർഗത്തിൽ നരകത്തിൽ നമ്മുടെ മക്കൾ അല്ലാതെ നമുക്ക് സ്വർഗത്തിൽ ഉൾപ്പെടുത്തട്ടെ, മക്കളെയൊക്കെ സ്വർഗത്തിൽ ചേർക്കട്ടെ, ഒരുമിച്ച് വിട്ടട്ടെ, ആമീൻ. അഥവാ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ നരകത്തിലാണെങ്കിൽ അവർ പാപ്പായെക്കുറിച്ച് പറയുന്നു, എൻ്റെ പാപ്പാനെയും മാനെയും കൊണ്ട് കൊണ്ടുപോവാ, അവരെ ഞാൻ നരകത്തിൽ ചവിട്ടി താട്ടട്ടെ, നരകത്തിൽ ഞാൻ ചവിട്ടി താത്തട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുപോവാന്ന് പറഞ്ഞ് അവരെ വിളിക്കുന്നു. ഇത്തരം മക്കളുണ്ട്. നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങളും അവർക്ക് എന്താണോ വേണ്ടത് എല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്ത് അവരെ സ്നേഹിച്ച് പകരം വെക്കാനില്ലാതെ അവരെ അങ്ങനെ ആദരിച്ച് ബഹുമാനിച്ച് കൊണ്ടുപോയ മക്കളെ നാളെ പരലോകത്ത് വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകാറേ, ഞാനിങ്ങനെ ആവാൻ കാരണം എൻ്റെ മാതാപിതാക്കൾ എന്നോടൊന്നും പറഞ്ഞില്ല, അവരെ ഞാൻ നരകത്തിലേക്ക് ഞാനും കൊണ്ടോട്ടെ, അവരെ താഴ്ത്തട്ടെ എന്ന് പറയുന്ന. നമ്മൾ അവർക്ക് വേണ്ട ദുനിയാവിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതിലേറെ നമ്മൾ ജാഗ്രതയോടുകൂടെ ഇടപെടേണ്ടത് അവർക്ക് ദുനിയാവ് വാങ്ങിക്കൊടുക്കാനല്ല, പരലോകത്ത് അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ രക്ഷപ്പെട്ടാൽ മാത്രം പോരല്ലോ, നമ്മളോട് ഇവരെയും ചോദിക്കുവേ, ഈ കുട്ടികളെ കുറിച്ചും ചോദിക്കും. ദുനിയാവ് നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കണം, ശരി തന്നെയാണ്. വേണ്ട കാര്യങ്ങൾ ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. എന്നാൽ പരലോകത്തെക്കുറിച്ചുള്ള ബോധവും ചിന്തയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ട ജാഗ്രത നമ്മൾ കാണിക്കണം. അതൊരു ശൈലി പറഞ്ഞാൽ പറ്റുന്നില്ലെങ്കിൽ വേറെ ശൈലി പറയണം. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഉസ്താദേ, ഞാൻ അങ്ങനെ ആയിപ്പോയി, എല്ലാം ഓപ്പണായി, ഞാൻ ഒക്കെ ഓപ്പണായിട്ടായിരുന്നു, എൻ്റെ കുട്ടികൾക്ക് എല്ലാ ഫ്രീഡം ഞാൻ കൊടുത്തിരുന്നു, ഇപ്പോൾ ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല. ഇനി വേറെ ശൈലി സ്വീകരിക്കണം, അവരെ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ ചേർത്തണം. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കും, ഒരു ഉസ്താദിൻ്റെ ക്ലാസ്സിൽ ചേർത്തി, അല്ലെങ്കിൽ നാട്ടിലത്തെ മഹല്ലത്തെ ഉസ്താദിനോട് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ നമ്മൾ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ നമ്മളെ വാപ്പാനെയും കൊണ്ട് പറയിപ്പിച്ചു, നമ്മുടെ കൂട്ടുകാരെയും കൊണ്ട് പറയിപ്പിച്ചു. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത ടെക്നിക്കുകൾ, ഐഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പരലോകം നമ്മൾ സേഫാക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇൻഷാ അല്ലാഹ് നാളെയും ക്ലാസ് ഉണ്ട് കേട്ടോ.
ഞാൻ പറഞ്ഞല്ലോ മറ്റന്നാൾ നമുക്കില്ല, തിങ്കളാഴ്ച ഇല്ല, ചൊവ്വാഴ്ച ഉണ്ടാവില്ല. ചൊവ്വാഴ്ച നബിദിനത്തിൻ്റെ പരിപാടി ഉണ്ടാവില്ല. ചൊവ്വാഴ്ച എടുക്കാൻ പറ്റുമോ? അങ്ങനെയാണ്. ചൊവ്വാഴ്ച എനിക്ക് പ്രശ്നമല്ല, ഞങ്ങളുടെ നാട്ടിൽ പരിപാടി ബുധനാഴ്ചയാണ്. ചൊവ്വാഴ്ച കുഴപ്പമില്ല, എനിക്ക് ക്ലാസ് എടുക്കുന്നതിന് കുഴപ്പമില്ല. ചൊവ്വാഴ്ച നിങ്ങൾ നബിദിന പരിപാടിയൊക്കെ ആവില്ലേ നാട്ടിൽ കുട്ടികളെ? അല്ലേ റാഷിദ? ലീവായി ക്യാമ്പിലായിരിക്കും, നാട്ടിലായിരിക്കും അല്ലേ? അത് പിന്നെ വേണ്ട, അത് പിന്നെ ചൊവ്വാഴ്ചയാണ് ഒഴിവാക്കിയത്. നിങ്ങളും ചൊവ്വ ഒഴിവാക്കിയത് അതുകൊണ്ടാണ്. അപ്പോൾ നാളത്തെ ക്ലാസ്സിനും എല്ലാവരും ഉണ്ടാവണേ. നാളെ ഹദീസാണ്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ക്ലിയർ അല്ലേ? നീ പറയേണ്ടതില്ലല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളിവിടെ പറഞ്ഞതും കേട്ടതും പഠിപ്പിച്ചതും പഠിച്ചതുമെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണമെന്നില്ല. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്നവരും നിനക്ക് ഇബാദത്തെടുക്കുന്നവരിൽ പെടുത്തണമെന്നില്ല. ഞങ്ങളെക്കൊണ്ട് മക്കളും മക്കളെ കൊണ്ട് ഞങ്ങളും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണമെന്നില്ല. ഞങ്ങളെല്ലാവരെയും സ്വാലിഹ്യങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമെന്നില്ല. എല്ലാവിധ സന്തോഷങ്ങളും ഇരു ലോകത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യാൻ റഹ്മാനെ. വിഷമങ്ങളൊക്കെ നീ പരിഹരിക്കണമല്ല. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കണമല്ല. ഞങ്ങളും മരിച്ച് കബറിൽ കിടക്കുമ്പോൾ പരലോകത്തെത്തുമ്പോൾ ഞങ്ങൾക്കും ഇതുപോലെ ദുആ ചെയ്യുന്ന ഒരുപാട് സ്നേഹജനങ്ങൾ, ഇഷ്ടജനങ്ങൾ നീ സംവിധാനിക്കണമല്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين.